കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അരാജകത്വം സൃഷ്ടിക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റ് കുറ്റപ്പെടുത്തി. സംസ്ഥാന ജീവനക്കാരെയും പെൻഷൻകാരെയും ബജറ്റിലൂടെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. ഇടുക്കി DCC അംഗം നൌഷാദ് വെംബ്ലി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു ബജറ്റായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ചെറിയ സംഘടന എന്ന് ചില ആളുകൾ വിലയിരുത്തിയ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനത്തോടെ പറയാൻ കഴിയുകയാണ്. രാജ്യത്ത് തലസ്ഥാന നഗരിയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റും സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവതരിപ്പിച്ച ബജറ്റും ഈ മേഖലയെ സർവ്വതരത്തിലും തകർക്കുന്ന ഒരു ബജറ്റായി മാറിയിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു ഗവൺമെൻറ്, രണ്ട് ഗവൺമെൻറ്റുകളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, അടിക്കടി ഉണ്ടാകുന്ന വിലവർധനവ്, നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള വിലവർധനവ് രാജ്യത്തെ കൂപ്പുകുത്തുകയാണ്. രാജ്യത്തിന് എമ്പാടും നമുക്കറിയാം, കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംരക്ഷിക്കുവാൻ, സാധാരണക്കാർക്കൊപ്പം അവരോടൊപ്പം ഇറങ്ങി നടന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലവും ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ കാലവും തമ്മിൽ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതൊരു ഗവൺമെൻറ്റാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോണിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം B റോബർട്ട് മുഖ്യപ്രഭാഷണം നടത്തി. KK സദാനന്ദൻ, അബു ഉബൈദത്ത്, അനിത ഷാജി, KR രഘു, KA നാസർ, പോൾ അഗസ്റ്റിൻ ഗിരിജ, മേഴ്സി വർക്കി, G രാധ, ക്ലീറ്റസ്, KJ സെലിൻ, ബേബി മാത്യു എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുണ്ടക്കയം.